എൻ്റെ കുറേ കല്യാണ ഷോപ്പിങ്ങുകളൊക്കെ നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടാവില്ലേ? അതെ, ഇന്നാണ് ആ കല്യാണം. നമ്മുടെ രശ്മി മിസ്സിൽ നിന്നും മിസ്സസ് ആവാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതാണ് എൻ്റെ സാരി. ഈ ഒരു കോമ്പിനേഷൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് എടുത്തിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. എൻ്റെ മകൻ എന്നെ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല, അവന് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ്റെ പ്രോസസ്സാണ് നിങ്ങൾ ഇനി കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അങ്ങനെ അവൻ്റെ വീഡിയോ എടുപ്പൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് പുറത്ത് നല്ല മഴയായിരുന്നു, ഹെവി റെയിൻ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഊബറൊക്കെ കിട്ടാൻ നല്ല ലേറ്റായി. അല്ലെങ്കിൽ ഈ അടുത്തായിട്ട് ഇൻഫോ പാർക്കിൽ അവിടെ ഊബർ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഫൈനലി ഊബറൊക്കെ കിട്ടി നമ്മൾ പള്ളിയിലെത്തിയപ്പോഴേക്കും മിന്നുകെട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും എനിക്കറിയില്ല, ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഈ കഴിഞ്ഞ വർഷം ഏട്ടന് ട്രാൻസ്ഫർ ഉണ്ടാവരുത് എന്ന് ഞാൻ അത്രയ്ക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് രശ്മീൻ്റെ വെഡ്ഡിങ്ങിൽ എന്തായാലും പങ്കെടുക്കണം എന്ന് എനിക്ക് അത്രയ്ക്ക് ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ ദൈവം എന്തോ എൻ്റെ പ്രാർത്ഥനയൊക്കെ കേട്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഫൈനലി കല്യാണ പെണ്ണ് ക്ഷീണിച്ച് വന്നിരുന്ന് ഞങ്ങൾ കുറേ കഥകളൊക്കെ പറഞ്ഞ് പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ പോയി കേട്ടോ. പിന്നെ ഞങ്ങളതായ കുറച്ച് കയ്യൊപ്പുകളൊക്കെ അവളെ മുടിയിൽ പതിപ്പിച്ചു, അത് വേണമല്ലോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു കേട്ടോ. അതെന്നും നല്ല മെമ്മറി ആയിട്ട് വെക്കണം എന്ന് ഞങ്ങൾക്ക് അത്രയും നിർബന്ധം ഉണ്ടായിരുന്നു അവളെ കല്യാണം. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അതിനുശേഷം നമ്മൾ വൈകിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ഇന്ന് നമുക്ക് കോഴിക്കോടും പോകാനുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മുടെ ബദ്ലഹേം കുടുംബ യൂണിറ്റ് സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും രാത്രി പോകാം എന്നുള്ള പ്ലാനായിരുന്നു. അപ്പോൾ സിനിമ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് പണ്ട് സിനിമയ്ക്ക് പോകുമ്പോൾ ഞാനും ഏട്ടനും തമ്മിൽ എപ്പോഴും ഒരു അടി പതിവായിരുന്നു. കാരണം ലേറ്റ് ആവും, ബ്ലോക്ക് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നടന്നു പോകുന്ന ദൂരത്താണ് മാജിക് ഫ്രെയിംസ് ഉള്ളത് കേട്ടോ. കാക്കനാട് എന്തുകൊണ്ട് ഒരു തിയേറ്റർ നല്ലതായിരുന്നു എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കാരണം എല്ലാ സിനിമയ്ക്ക് പോകുമ്പോൾ ഞാനും ഏട്ടനും ഒരു ഫൈറ്റ് ഉണ്ടാവാറുണ്ട്. ലേറ്റായി, ബ്ലോക്ക് ആയിരിക്കും, കറക്റ്റ് ടൈമിന് എത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ അത് വേണ്ടല്ലോ. പിന്നെ ആ ഒരു ഏരിയയിൽ വേറെ സിനിമാ തിയേറ്റർ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് മാജിക് ഫ്രെയിംസ് വന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ. കാരണം ഞങ്ങൾ എല്ലാ സിനിമകളും കാണാൻ പോകുന്ന ആളുകളാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇന്റീരിയർ. ഉള്ളിൽ കയറിയപ്പോൾ ലിസ്റ്റിൽ സീറ്റ് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇന്റീരിയറൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. ഒരു ഷോപ്പിംഗ് മാളിന്റെ ഉള്ളിൽ കയറിയ പോലെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒരു വർക്ക് നമ്മൾ എവിടെയും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പിന്നെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ നല്ലതായിരുന്നു കേട്ടോ. സ്ക്രീനും ഒക്കെ അടിപൊളിയായിരുന്നു. നമുക്ക് എല്ലാ സ്ഥലത്തിരുന്നാലും നല്ല വ്യൂ കിട്ടുന്ന പോലെയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പോപ്കോണൊക്കെ മേടിച്ച് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് കോഴിക്കോട് പുലർച്ചെ ഒരു 2 മണിയൊക്കെ ആയിട്ടോ ഞങ്ങൾ കോഴിക്കോട് എത്തുമ്പം. അപ്പൊ രാവിലെ എഴുന്നേറ്റ് സിറ്റ് ഔട്ടിലിരുന്ന് കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളുടെ ക്ലീനിങ് പരിപാടി തുടങ്ങി. ഭയങ്കരമായിട്ട് ക്ലീൻ ചെയ്യാനൊന്നുമില്ല കേട്ടോ, അധികം പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സിറ്റ് ഔട്ട് മാത്രം ഒന്ന് കഴുകിയിട്ടു കേട്ടോ. പിന്നെ ഇവിടെ വരിക, ഇവിടെ എത്തുക എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത ഫീലാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ ക്ലീനിങ് ഒക്കെ തുടങ്ങിയപ്പോഴാണ് വേറൊരു കാര്യം മനസ്സിലായത്. നമ്മുടെ ചിതൽ ചേട്ടൻ പണി തന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓടിക്കാൻ വല്ല വഴിയും അറിയോ ആർക്കെങ്കിലും? അറിയെങ്കിൽ കമന്റ് ചെയ്ത്. അപ്പൊ ഇന്നത്തെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ക്ലീനിങ് പരിപാടിയൊക്കെ ഒരുവിധം കഴിഞ്ഞു കേട്ടോ. ഇവിടെ ക്ലീൻ ചെയ്തിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.